സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിലായിരുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീം പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു. നമുക്കൊരു കാര്യം ചെയ്യാൻ വളരെ സന്തോഷമുള്ള വാർത്തയാണ്. നമ്മളെപ്പോലെ ലോകത്തുള്ള എത്രയോ മലയാളികൾ ഈ റഹീമിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ റഹീം നാട്ടിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ സൗദി അറേബ്യയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ചേരുകയാണ്. ജലീൽ, ഗുഡ് മോർണിംഗ്. എന്താണ് പറയൂ? ഗുഡ് മോർണിംഗ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല, അബ്ദുറഹീമിന്റെ കുടുംബവും മലയാളികൾ മൊത്തത്തിനും ആ ഒരു മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മോചനം ഇന്നല്ലെങ്കിൽ നാളെ എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മോചന ഉത്തരവ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചതായി റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിട്ടുണ്ട്. എക്സിറ്റ് വിസ നടപടിയും പൂർത്തിയായി എന്നതാണ് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇനി അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം മടക്കമാണ്. അതിന് ജയിൽ അധികൃതർ ടിക്കറ്റ് എടുത്ത് നേരിട്ട് വിമാനത്താവളത്തിലേക്ക് എത്തിച്ച് നാട്ടിലേക്ക് കയറ്റിവിടുക എന്നതാണ് സൗദിയിൽ കണ്ടുവരുന്ന ഒരു രീതി. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നാണ് പ്രതീകമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ അവധി പെരുന്നാൾ ആയതുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നതിന് തടസ്സമൊന്നും ഉണ്ടായില്ല എന്നാണ് പ്രതീക്ഷ. ഏതായാലും ഇന്ന് ഗൾഫിൽ ബലിപെരുന്നാളാണ്. ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ ഈ ഒരു സന്തോഷ വാർത്ത നാട്ടിലെത്തും അബ്ദുറഹീം എന്ന ഒരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ട്. ഏത് സമയം നാട്ടിലേക്ക് അബ്ദുറഹീം മടങ്ങും എന്നാണ് നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത് സമയം വിമാനം അതൊക്കെ തീരുമാനിക്കുന്നത് ജയിൽ അധികൃതരാണ്. നേരിട്ട് അവർ വിമാനത്താവളത്തിലേക്ക് അബ്ദുറഹീമിനെ എത്തിക്കുക എന്നതാണ് അതിന്റെ രീതി. കഴിഞ്ഞ 19-നാണ് അബ്ദുറഹീമിന്റെ ജയിൽ ശിക്ഷാ കാലാവധി അവസാനിച്ചത്. 20 വർഷമായിരുന്നു അബ്ദുറഹീമിന് പൊതു അവകാശ കേസിൽ, ഈ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പൊതു അവകാശ കേസിൽ 20 വർഷമായിരുന്നു തടവ് ശിക്ഷ വിധിച്ചിരുന്നത്. ആ തടവ് ശിക്ഷ കാലാവധിയാണ് കഴിഞ്ഞ 19-ാം തീയതി അവസാനിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നാണ് മനസ്സിലാകുന്നത്. സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷയായിരുന്നു വിധിച്ചത്. എന്നാൽ ഈ വധശിക്ഷ ഈ 15 മില്യൺ റിയാൽ സൗദി ബാലന്റെ കുടുംബത്തിന് ദിയാധനം നൽകിയതിന് ശേഷം ആ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇനി നാട്ടിലേക്കുള്ള മടക്കമാണ്. നാട്ടിലേക്ക് മടങ്ങാനുള്ള രേഖകൾ, അതായത് EC എമർജൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ റിയാദിലുള്ള ഇന്ത്യൻ എംബസി നേരത്തെ തന്നെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബവും മലയാളികളെല്ലാം ഈ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2006 നവംബറിലായിരുന്നു അബ്ദുറഹീം സൗദിയിലെത്തിയത്. ഈ 2006 ഡിസംബറിൽ തന്നെ ഈ കൊലപാതകവും നടന്നു. ഹൗസ് ഡ്രൈവർ ആയിട്ട് ഒരു സൗദി വീട്ടിലായിരുന്നു, സ്പോൺസർക്ക് കീഴിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഭിന്നശേഷിക്കാരൻ രോഗിയായ ഒരു കുട്ടിയെ പരിചരിക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. ഇതിനിടയിലാണ് ഈ കുട്ടി കൊല്ലപ്പെടുന്നത്, സൗദി ബാലൻ കൊല്ലപ്പെടുന്നത്. ഈ കൊല്ലപ്പെട്ടു എന്നതിന് അപ്പുറത്തേക്ക് ആ കുറ്റം മറച്ചു വെക്കാനും അബ്ദുറഹീം ശ്രമിച്ചു എന്നതായിരുന്നു കുറ്റത്തിന്റെ ഈ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കാനുള്ള ഒരു കാരണം. ഈ വധശിക്ഷ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. ഇനി അബ്ദുറഹീമിന് അതിന് മാപ്പ് നൽകി. ഇനി ജയിൽ ശിക്ഷ കാലാവധി അവസാനിച്ചു. ഇനി നാട്ടിലേക്കുള്ള മടക്കമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഓക്കെ, ജലീൽ കണ്ണമംഗലാണ് വിവരങ്ങൾ നൽകിയത്. 20 കൊല്ലത്തെ തടവ് പൂർത്തിയാക്കി പുറത്തേക്കാണ് വരുന്നത് അബ്ദുൾ റഹീം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്, 34 കോടി രൂപ ദയാധനം കെട്ടിവെച്ചിട്ടാണ് ഈ ഒരുപക്ഷെ ഫറൂഖിലേക്ക് റഹീം എത്താൻ പോകുന്നത്. ഒരു 40 കോടിയിലധികം രൂപ ശരിക്കും പിരിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് റഹീം വന്നതിന് ശേഷം തീരുമാനിക്കുമെന്നാണ് റഹീം നിയമസഹായ സമിതി പറഞ്ഞത്. മാത്രമല്ല, നമ്മൾ അതിൽ ശരിക്കും നമ്മളെപ്പോലെ പല ആളുകളും പ്രവാസിയോട് കൈ അയച്ച് സഹായിക്കണം, നമുക്ക് ഇത്രയും കോടി രൂപ സഹായധനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു മോർണിംഗ് ഷോയിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായി നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ റഹീം തൂക്കുമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മരണവേഗമായിരുന്നു. ഇപ്പം അറിയുന്നത്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ശരിക്കും അന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ തുക മലയാളികൾ അയക്കുന്നതിൻ്റെ വേഗമായിരുന്നു. എത്ര വേഗമാണ് നമ്മൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ച് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കൈ അയച്ച് സഹായം ചെയ്തു എന്ന് ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുകയാണ് ഈ അവസരത്തിൽ. ഒരുപക്ഷെ നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ ഒരു പ്രമുഖനായ ഒരു ആളോട് ചോദിച്ചു, ഇത്രയും സഹായധനം നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുമോ?
ഇപ്പോൾ നിയമസഹായ സമിതിയും ലോകത്തുള്ള പല റഹീമിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ ചെലവഴിച്ചാലും ഈ കോടികൾ ഇത്രയും ദിവസം കൊണ്ട് 4-5 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് തളർന്നു പോയി. അപ്പോൾ ഞാൻ ഇത് പലരോടും പങ്കുവെച്ചപ്പോൾ നിങ്ങൾ ചുമ്മാ ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ 4-5 ദിവസം കൊണ്ട് നമ്മളുൾപ്പെടെയുള്ള പല ആളുകളും ശ്രമിച്ചപ്പോൾ ആ എമൗണ്ട് 8 കോടിയിൽ നിന്നോ തുടങ്ങിയതാണ്, 40 കോടിയിൽ അധികം കടന്നു. അപ്പോൾ അവരെ കൂടി നമ്മളിപ്പോൾ ഈ കൈയച്ച് സംഭാവന ചെയ്ത വിവിധ ലോകരാജ്യങ്ങളിലുള്ള നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കണം ഈ കാര്യത്തിൽ. ഇന്ന് മെയ് 27 ബുധനാഴ്ചയാണ്. ഇന്നോ നാളെയോ റഹീം ഫറൂഖിലെത്തും. അത് വളരെ രഹസ്യമായി നടക്കുന്നൊരു നടപടിയാണ്. നമുക്കറിയില്ല എവിടെയാണ് അദ്ദേഹം വന്നിറങ്ങുക, എപ്പോഴായിരിക്കും അതൊന്നും അറിയില്ല. അതൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് വിദേശ നാടുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഫറൂഖിലെ ഉമ്മ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഫറൂഖിലെ കുടുംബത്തിന് വളരെ ആകാംക്ഷയുണ്ട്. ഓരോ പെരുന്നാളിലും മകനെ കാത്തിരിക്കുന്ന ഉമ്മ ഇത്തവണ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുമെന്ന സന്തോഷത്തിലാണ് ഇവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.